നമസ്കാരം എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇറ്റ്സ് മീ സിനാൻ കിയാറ്റർ. അപ്പോൾ മലയാളി മേക്കർ എന്ന യൂട്യൂബ് ചാനലിൽ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ എന്നെ കാണുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പുതിയതായിട്ട് നമ്മളെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 ഫോട്ടോഗ്രാഫി ഐഡിയയുമായിട്ട് നമ്മൾ വന്നിട്ട്, അപ്പോൾ നമ്മളൊരു ഗെയിമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒന്നല്ല 2 ഗെയിമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള തന്നെയാണ്. അപ്പോൾ പബ്ജി, ഫ്രീ ഫയർ എന്ന് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന 2 ഗെയിംസാണ്. അപ്പോൾ ഈ 2 ഗെയിംസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള 2 ഫോട്ടോസാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നൊരു ഫോട്ടോയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല അടിപൊളിയാക്കുന്ന ഫോട്ടോസാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മളെ സാധാ നമ്മൾ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫോണും, അതായത് ക്യാമറ, പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഫോണും കൂടി നമുക്ക് വേണം. എന്നിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോട്ടോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് നമ്മൾ എടുത്ത 2 ഫോട്ടോസ് ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ ആ 2 ഫോട്ടോസ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ ഒന്നും പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് ഫോട്ടോയിലോട്ട് കിടക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഫോട്ടോയിലേക്ക് നമുക്ക് കുറച്ച് എഡിറ്റിംഗ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റീവായിട്ട് കുറച്ച് എഡിറ്റിംഗ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ എഡിറ്റിങ്ങിന് വേണ്ട ഫോട്ടോസ്, അതായത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ദെൻ വി ക്യാൻ ഗോ ടു അവർ വർക്ക് വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം. ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. അപ്പോൾ നമ്മുടെ പണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ അതുപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെയാണ് നമ്മളെ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു മൊബൈൽ ഫോണ് പിടിച്ച ആ ഒരു കൈയും ആ ഒരു ഫോണും അവിടെ ഫോക്കസ് ആക്കിയാൽ നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഫോട്ടോ. അപ്പോൾ അത് ഫോക്കസ് ആക്കാൻ നോക്കുക. എന്നിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിനായിട്ട് ജസ്റ്റ് ഇതുപോലത്തെ ആ ഒരു ഫോണും കൈയും മാറ്റിയിട്ട് ജസ്റ്റ് അവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നാപ്സീഡിൽ ആ ബാക്ക്ഗ്രൗണ്ടിനായിട്ട് എടുത്ത ഫോട്ടോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോട്ടോ ഇനി നമുക്ക് ബ്ലർ ചെയ്തെടുക്കണം. അതാണ് നമ്മൾ അടുത്ത പണി. അപ്പോൾ നമ്മൾ ടൂൾസിൽ പോയിട്ട് ലെൻസ് ബ്ലർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ വരും. എന്നിട്ട് ഒക്കെ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അതായത് ബ്ലറിങ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ല കൂട്ടി കൊടുക്കുക. അതായത് നമുക്ക് നല്ല ബ്ലറിങ് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ നമ്മളത് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ അത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കയ്യിൽ ഫോൺ പിടിച്ച ആ ഒരു പിക്ചർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ടൂൾസിൽ ഡബിൾ എക്സ്പ്ലോർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫോട്ടോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഫോട്ടോയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈസും കാര്യങ്ങളും, അതായത് എങ്ങനെ വെക്കേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനി അതൊക്കെ സെറ്റാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് കുറച്ചല്ല കൂട്ടിയിട്ട് കൊടുക്കുക. അതായത് ഫുള്ളിലിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഫോട്ടോ ഒന്ന് സേവ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത പണി എന്ന് പറയുന്നത് മുകളിൽ കാണുന്ന ആ ഒരു എഡിറ്റ് സ്റ്റാക്ക് ബട്ടൺ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നോക്കിയിട്ട് വ്യൂ എഡിറ്റ്സ് പോവുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്ത ഒരു ഡബിൾ എക്സ്പ്ലോർ എന്നുള്ള ഓപ്ഷനിൽ പോന്നിട്ട് നമ്മൾ ഇതുപോലെ ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോ കാണും. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അതായത് അതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അടിപൊളിയാക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ അവിടെ നിന്ന് ബ്ലറായി വരുന്നത്. അതായത് നമ്മൾ ആ ബ്ലർ ചെയ്ത് വെച്ച ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ഫാസ്റ്റാക്കി കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നമ്മുടെ ആ ഒരു പണി ഏകദേശമൊക്കെ മുഴുവനായിട്ട് ഇനി നമ്മൾ സൈഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ നോക്കുക. എങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ഭംഗി കിട്ടും. അപ്പോൾ ആ ഒരു പണി ഫുള്ളായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പണി എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ അടുത്ത ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ആ ഫ്രീ ഫയറിൻ്റെ ഫോട്ടോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്രീ ഫയറിൻ്റെ ആണ്, പബ്ജിനെ നമ്മളിതിൽ കാണിക്കുന്നില്ല. പകരം നമ്മൾ പബ്ജീൻ്റെ ഫോട്ടോ ആണ് കാണിച്ചത്. അപ്പോൾ അതും ഇതുപോലെ തന്നെയാണ്. ജസ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഈ ഫോട്ടോ നമ്മൾ ജസ്റ്റ് അതിൻ്റെ സൈസും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് മുഴുവനായിട്ട് നമുക്ക് ഫോട്ടോ റെഡി അതൊന്ന് സേവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മുകളിൽ കാണുന്ന ആ എഡിറ്റ് സ്റ്റാക്ക് എന്ന ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മൾ ഡബിൾ എക്സ്പ്ലോർ എന്നുള്ള ഓപ്ഷൻ നേരത്തെ പോലെ സെലക്ട് ചെയ്യുക. അതിൽ സെൻറ്ററത്ത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഇത് വരും. നമുക്ക് ആ ഒരു പിക്ചർ എവിടെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്കറിയാമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഇറേസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പിക്ചർ വരുന്നതായിട്ട് കാണാം.
അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അതായത് ആ ഒരു മൊബൈൽ ഫോണിൽ അയാൾ നിൽക്കുന്ന ആ ഒരു സ്ഥലവും അതുപോലെ തന്നെ മൊബൈൽ ഫോണിന് പുറത്തേക്ക് അയാളെ മാത്രമായിട്ട് കിട്ടണം. അപ്പോൾ അത് ജസ്റ്റ് നമ്മളൊന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഫാസ്റ്റായിട്ട് ഞാൻ കാണിക്കാം, ഞങ്ങൾ മനസ്സിലാവുന്ന കരുതുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു പണി ഏകദേശം മുഴുവനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു മൊബൈൽ ഫോണിന് പുറത്ത് ആ ഒരു വ്യക്തിയെ മാത്രം, അതായത് ആ ഒരു ക്യാരക്ടർ മാത്രം മൊബൈൽ ഫോണിലും ഉള്ളിൽ അയാൾ നിൽക്കുന്ന ആ ഒരു സ്ഥലം എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ഫോട്ടോ ഇതിലേറെ ഭംഗി കിട്ടും. അതായത് നമ്മൾ ലൈറ്റ് റൂമിലൊക്കെ ആയി കളർ ഫിൽറ്ററൊക്കെ ഒന്ന് കൊടുക്കുമ്പോൾ അപ്പോൾ അത് നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല, ആ ഒരു വീഡിയോ കാണിക്കുന്നില്ല. കാരണം നമ്മളെ വീഡിയോയുടെ സൈസ് വർദ്ധിക്കും, പിന്നെ അവറ്റൊക്കെ നമ്മൾ കുറേ ടൈം വിളിക്കും അതിന്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല, നമുക്ക് അതിൻ്റെ വിഷയം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫോട്ടോ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫോട്ടോ സേവ് ചെയ്ത് കൊടുക്കേണ്ടിട്ട് നമ്മൾ ലൈറ്റ് റൂം കയറ്റി എഡിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ വിഷ്വൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അതായത് ഞാൻ അത് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് വിഷ്വൽ കണ്ടു നോക്കാം. ഞാൻ അതിൻ്റെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്തതെന്ന് കാണിച്ചിരുന്നില്ല, നമുക്ക് കണ്ടു നോക്കാം. ഒപ്പം ഞാനിതിലേക്ക് പറയാൻ മറന്നതാണ്, ഞാൻ ഇതിലേക്ക് ഫ്രീ ഫയറിൻ്റെ ആ ഒരു ലോഗോയും അതുപോലെ തന്നെ എൻ്റെ ആ ഒരു വാട്ടർമാർക്കും, അതായത് നമ്മുടെ ഫോട്ടോഗ്രാഫിയുടെ ഒരു വാട്ടർമാർക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പിക്സാർട്ട് പോയിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഫ്രീ ഫയറിൻ്റെ ആ ഒരു ലോഗോയും പിക്സാർട്ടിൽ നിന്ന് തന്നെ എടുത്തില്ല, അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്നതാണ്, സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പണിയല്ല, നമ്മൾ അടുത്ത ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളും നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ വീഡിയോ കാണിക്കുന്നില്ല, അത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോ കണ്ടോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറാക്കിയിട്ട് ഉള്ളിൽ നമ്മളെ മാപ്പ്, അതായത് PUBG മൊബൈലിൻ്റെ മാപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പണി എന്ന് പറയുന്നത് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട ഫോട്ടോസൊക്കെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ പിക്സാർട്ടിലാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഫോട്ടോസൊക്കെ. അപ്പോൾ നമ്മൾ ആ പിക്സാർട്ടിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പിക്സാർട്ടിൽ പോയിട്ട് PUBG മൊബൈൽ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഈ ഫോട്ടോസൊക്കെ വരുന്നതാണ്. ഈ ആഡ് ചെയ്യേണ്ട ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മൾ ആ ഒരു ഫോട്ടോ നേരെ നമ്മൾ ലൈറ്റ് റൂമൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ സംഭവം വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി നമുക്ക് 2 ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. തൊട്ടടുത്ത് നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി, നമ്മൾ ഈ ഫോട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ പോയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഫോട്ടോ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, പക്ഷേ ചിലർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിലരൊക്കെ പോസ്റ്റ് ചെയ്യണ്ടാവും, ചിലർ പോസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ അതിന് താഴെ നമ്മളെ മെൻഷൻ ചെയ്യുകയോ സിനാൻ KZR എന്നാണ് എൻ്റെ അക്കൗണ്ടിൻ്റെ ID. അപ്പോൾ ഞാനത് ഇപ്പോൾ ഇവിടെ താഴെ എവിടെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് അങ്ങനെ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ നെയിം അടിച്ചിട്ട് മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ ആരും ID വെച്ച് മെൻഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ മലയാളി മേക്കർ എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ചിട്ട് പോസ്റ്റ് ചെയ്യുകയോ അങ്ങനെ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ ചെയ്ത ഫോട്ടോസ് ഒന്ന് കാണാം. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ സെൻഡ് ചെയ്ത് തരുന്ന ഫോട്ടോസ്, അല്ലെങ്കിൽ നമ്മളെ ഹാഷ്ടാഗ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോ സെൻഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും അതുവഴി നമ്മൾ നിങ്ങളെ ഫോട്ടോസ് കാണുന്നതാണ് നമുക്ക് സന്തോഷമുള്ളത്. നമ്മളെ ചെയ്തൊരു ഫോട്ടോ ബാക്കിയുള്ളവരും നമുക്ക് ചെയ്ത് വിട്ടുതരണം. അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലത്തെ ക്രിയേറ്റീവായിട്ട് ഫോട്ടോസ് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ എടുക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും വഴി ഉപയോഗിക്കുക. അതായത് ഒന്നെങ്കിൽ എനിക്ക് സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ഹാഷ്ടാഗ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്നെ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു 3 ഏതെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പോസ്റ്റ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് ആ ഒരു ഫോട്ടോ നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഉറപ്പാണ് നമ്മൾ അപ്ലോഡ് ചെയ്യും.
അപ്പോൾ നിങ്ങൾ അങ്ങനെ സെൻഡ് ചെയ്യുക അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ ഹാഷ്ടാഗ് ഉപയോഗിക്കുക ചെയ്യുക. അതുവഴി ചിലപ്പോൾ നിങ്ങൾക്ക് ഫോളോവേഴ്സ് സപ്പോർട്ടൊക്കെ കിട്ടാനുള്ള സാധ്യത. അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു ദിവസം പുതിയൊരു കണ്ടന്റുമായും പുതിയൊരു വീഡിയോ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോട് കൂടി ഇറ്റ്സ് മീ സിനാൻ കിയാറ്റർ. പിന്നെ നിർത്തി പോകുന്നതിന് മുമ്പ് വീഡിയോ ഓഫ് ആക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.